അമ്മയുടെ കഷ്ടപ്പാട് കണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകാതിരുന്നിട്ടുണ്ട്. പരസ്പര ബന്ധവും സ്നേഹവും സഹകരണവും ഉണ്ടായിരുന്നു. ഇന്ന് ആർക്കും ഒരു സഹകരണമില്ല. കൈക്കൂലി മേടിച്ചാലും കുഴപ്പം, മേടിച്ചില്ലെങ്കിലും കുഴപ്പം. സാറേ, ഇന്നലെ അപ്പനും അമ്മയും വീട്ടിൽ ഭയങ്കര വഴക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളെല്ലാം കുട്ടികളോടുള്ള ബന്ധമല്ല കൂടുതൽ വരുന്നത്. കുട്ടികളുടെ ബന്ധമുണ്ട്, അതിൽ തന്നെ കുട്ടികളുടെ ബന്ധമുണ്ട്. ഭൂമിയിലെ ജനവാസം പോലെ അന്യഗ്രഹങ്ങളിൽ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതായ ഗവേഷണം നടത്തലാണ് അവരുടെ പണി. ഇറുപ്പവനും മലർ ഗന്ധമേകും, വെട്ടുന്നവനും തരു ചൂടകറ്റും, ഹനിപ്പവനും കിളി പാട്ടുപാടും, പരോപകാര പ്രവണം പ്രപഞ്ചം. പ്രതിഭയുടെ മുടക്കുമുതലിന് ലഭിക്കുന്ന പലിശയാണ് വിമർശനം. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അയ്യോ അരി ഉണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹം മരിക്കില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്നതായ ചുറ്റുപാടുകളെ കുറിച്ചുള്ള വീടുകൾ എനിക്കറിയാവുന്നതല്ല. മിക്കവാറും അങ്ങനെയായിരുന്നു. അന്ന് ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ 1960 ഞാൻ SLC ജയിക്കുന്ന കാലത്തൊക്കെ റേഷൻ പരിപൂർണ റേഷനായിരുന്നു. അന്ന് റേഷൻ്റെ ആശ്രയിച്ച് മാത്രം വയ്ക്കൊണ്ടിരുന്നത്. ഭക്ഷണ കാര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ വാഴക്കൊല്ലി പറഞ്ഞില്ലേ, ഒഴുകുവാൻ രാവിലെ പോകും മലയനും അഴകിയും പോരുമ്പോൾ അന്തിയാകുമെന്ന് പറയുന്നില്ലേ. ഇങ്ങനെ മിക്കവാറും പേര് 2, 3, 4 മക്കളെ 4, 5, 6 വയസ്സ് പ്രായമുള്ള മക്കൾ തന്നെ വീട്ടിലാക്കിയിട്ട് അവർ പണിക്ക് പോവുക. ഈ മക്കൾക്ക് അവർക്ക് അവിടെ ഉച്ചയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു അംശം കൊണ്ടുവന്നിട്ട് വേണം ഇവർക്ക് കൊടുക്കാൻ. ഉടയൻ്റെ മേടയിൽ ഉണ്ണികൾ പഞ്ചാര ചുടുപാൽ അടയുണ്ട് ഉറങ്ങിടുമ്പോൾ ഇവരുടെ ഉണ്ണികൾ കൊണ്ടുപോകാൻ അയലത്തെ വീട്ടിൽ തോട്ടുവെള്ളം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള പറയുകയാണ്. അങ്ങനെയായിരുന്നു അന്നത്തെ സ്ഥിതിവിശേഷം. അന്നത്തെ അനുഭവം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള സ്വന്തമായിട്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എഴുതി വച്ചിരിക്കുക. വാസ്തവം അങ്ങനെ തന്നെയായിരുന്നു. വളരെ രസകരമായതാണ്. ഞങ്ങൾക്ക് കൃഷി ഉണ്ടായിരുന്നു. പിന്നെ പാടത്ത് കൃഷി, അന്ന് നെല്ലിനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഇതായിരുന്നു. അപ്പോൾ കരഭൂമി കുറേ വെട്ടി വെളുപ്പിച്ച് കൃഷിയിടമാക്കുന്ന ത്ലാവ് തേവി തേക്കുപാട്ട് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തേക്കുപാട്ടിനെ കുറിച്ച് എൻ്റെ അപ്പന് കൈത്തോട്ടത്തേക്കുണ്ടായിരുന്നു. ത്ലാവിൽ തേവുന്ന ഒരു സമയത്ത് 6 പേര് വേണം തേവാൻ. 3 ത്ലാവിന് താഴേന്ന് തേവി കണ്ടത്തിലേക്ക് ഒഴിക്കുക, ആ കണ്ടത്തിൽ നിന്ന് വേറെ കണ്ടത്തിലേക്ക് ഇട്ട് 2 പേര്, അങ്ങനെ 2 പേര് അങ്ങനെ വെട്ടി വെളുപ്പിച്ച കൃഷി കരഭൂമി കൃഷിയാക്കാൻ വേണ്ടി കൃഷി ചെയ്യും. കാളയ്ക്ക് വീട്ടിൽ കാളയുണ്ട്. കാളയെ വിളിച്ചപ്പോൾ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അനിയനൊന്ന് 4ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ കണ്ടി പഠിക്കുക. അപ്പോൾ ഞങ്ങളും കൂടെ കൂടി വെള്ളം ചെവി വിടുക. അപ്പോൾ അത് ചാലിച്ചെങ്കിലേ ചെളി കസ്തൂരി ചേറാവുള്ളൂ. അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുക. അപ്പോൾ 9 മണിയാകുമ്പോൾ അനിയൻ പറയും, നമുക്ക് പോകാം. അപ്പോൾ എനിക്ക് പോകാൻ തോന്നില്ല. ഞാൻ പിന്നെ അവിടെ നിൽക്കും. അവൻ ഒന്നോടെ കുറച്ച് കിളച്ച് ആക്കിയിട്ട് അവൻ പോയി കുളിക്കാൻ പോകും. ഞാൻ അന്നേരം അവിടെ പണിയായിരിക്കും. അങ്ങനെ ഒരു 9, 9:30 വരെ പണിതിട്ട് കുളിച്ചിട്ട് വല്ലതും ഭക്ഷണം കഴിച്ചിട്ട് സ്കൂളിൽ പോകുന്നത്. അന്നേരം വീട്ടിൽ അമ്മയുടെ കഷ്ടപ്പാട് ഞാൻ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കുടുംബ പശ്ചാത്തലത്തിൽ പറയുന്നുണ്ട്. അമ്മയുടെ കഷ്ടപ്പാട് കണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകാതിരുന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് അന്ന് ഉച്ചയ്ക്ക് കഞ്ഞിയൊന്നും സ്കൂളിലില്ല. അങ്ങനെ ഉള്ള കാലങ്ങളായിരുന്നു അന്ന്. പക്ഷേ ഇന്നത്തെക്കാളും ഫാർ ബെറ്ററായിരുന്നു അന്നത്തെ കാലം എന്നാണ് എനിക്ക് തോന്നുന്നത്. പരസ്പര ബന്ധവും സ്നേഹവും സഹകരണവും ഉണ്ടായിരുന്നു. ഇന്ന് ആർക്കും ഒരു സഹകരണമില്ല. അവരുടെ കാര്യം അവർക്ക് അങ്ങനെയുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പഠിക്കുന്ന കാലത്ത് ഒക്കെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അത് താഴ്ന്ന ക്ലാസ് മുതലേ ഉണ്ട്. ഒരനുഭവം പറയാം, വളരെ രസകരമാണ്. 58 ഇവിടെ വിമോചന സമരം നടക്കുക. 59 60 ഞങ്ങൾക്ക് SLC പരീക്ഷയാണ്. അപ്പോൾ പുറമേ എല്ലാവർക്കും സമരമാണ്. ഞാൻ വെണ്ണിക്കുളം സ്കൂളിൽ ഫസ്റ്റ് ബാച്ചിൽ പഠിക്കുക. അപ്പോൾ അന്ന് ഞങ്ങളുടെ സ്കൂളിലേക്ക് സമരം കയറിയിട്ടേ ഇല്ല, സമരത്തിൽ യാതൊരു ലാഞ്ചനയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി സ്കൂളിൽ. 10ാം ക്ലാസ്സിൽ 25 പേര് വീതം 2 ഡിവിഷനാണ്, എയും ബിയും. ഞാൻ എയിലാണ് പഠിക്കുന്നത്, ബിയിൽ വേറെ ഉണ്ട്. എയിലെ ക്ലാസ് ടീച്ചർ ഒരു TV വർഗീസാറാണ്. എയ്ക്കും ബിക്കും കൂടി ഒരു കസേരയെ ടീച്ചേഴ്സിന് ഇരിക്കാനുള്ളൂ. എയ്ക്കും ബിക്കും കൂടി ഒരു കസേരയുള്ളൂ. ഒരു കസേര ആരാണ്ട് എവിടെ നിന്ന് വായ്പ എടുത്തതാണ്. ഒരു ദിവസം
ഞങ്ങളുടെ ക്ലാസ്സിൽ കസേരയില്ല, ക്ലാസ് ടീച്ചർക്ക് ഇരിക്കാൻ. അതെവിടെ പോയി? അത് കാണുമല്ലോ. അത് അപ്പോൾ അന്ന് ഹെഡ് മാസ്റ്ററും ഈ പറയുന്ന സാറും തമ്മിൽ ചെറിയൊരു അഭിപ്രായ വിനാദമുണ്ട്. അതുകൊണ്ട് അയാളെ ഇരുത്തുന്നില്ല വിചാരിച്ച് മനഃപൂർവ്വം വഴക്കുണ്ടാക്കിക്കൊണ്ട് ഹെഡ് മാസ്റ്റർ ഒരു കസേര മാറ്റിയതാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. എന്താ പരിഹാരം? ഞങ്ങൾ 25 പേരോട് തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങളുടെ സാർ അന്ന് ലീവ് എടുത്തു, പറഞ്ഞ് തീരുമാനിച്ചിട്ടാട്ടോ. അന്ന് സാറ് വന്നില്ല, ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ അന്ന് വന്നില്ല. അറ്റൻഡൻസ് എടുക്കാൻ വന്നത് ഹെഡ് മാസ്റ്ററാണ്. ഹെഡ് മാസ്റ്റർ വന്നു, ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ സാറ് ഇനി ഇരിക്കാനില്ലല്ലോ, കസേരയില്ലല്ലോ. ആരും ഇരുന്നില്ല. സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞു, ആരും ഇരുന്നില്ല. ഇത്തിരി ശബ്ദം ഉയർത്തി പറഞ്ഞു, സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞു, ആരും ഇരുന്നില്ല. സാറ് ഇരിക്കാതെ എങ്ങനെയാണ് ഞങ്ങളിരിക്കുന്നതെന്ന് ചോദിച്ചു ലീഡർ. സാറ് ഇരിക്കുന്നിട്ട് ഞങ്ങൾക്ക് ഇരിക്കാനെന്ന്. ഞാൻ നിങ്ങളെ ഇരുത്താവുന്ന നോക്കട്ടെ എന്ന് പറഞ്ഞു ഓഫീസിൽ നിന്നിട്ട് വടിയെടുത്തുകൊണ്ട് വന്നു. വടിയെടുത്തുകൊണ്ട് വന്നിട്ട് എല്ലാവരും അടിച്ചു. ഈ അടിയിലൊരു പ്രത്യേകതയുണ്ട്. അതാണ് ഇതിൽ പ്രസക്തമായ ഭാഗം. ഈ ഹെഡ് മാസ്റ്ററുടെ ഭാര്യയുടെ അനിയത്തി അടികൊള്ളാനുണ്ട്. ഹെഡ് മാസ്റ്ററുടെ ഭാര്യയുടെ അനിയത്തി അടികൊള്ളാൻ നിൽക്കുക. എൻ്റെ ഭാര്യയുടെ അനിയത്തി എന്നെ ചലഞ്ച് ചെയ്യുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആ സന്ദർഭമല്ല. ഇതിന് മാത്രമല്ല, ഈ ഹെഡ് മാസ്റ്ററുടെ റിലേറ്റഡ് ആയിട്ടുള്ള പലരും ആ ക്ലാസ്സിലുണ്ട്. അവരെല്ലാം ഈ സാറിൻ്റെ അടി കൊണ്ടു. ഇരിക്കാൻ വേണ്ടി ഇരുന്നില്ല. അപ്പോൾ സാറ് ഇനി എന്നാ മാർഗം എന്ന് വിചാരിച്ച് ഓഫീസിലേക്ക് പോയി. അപ്പോൾ ബി ക്ലാസ്സിൽ പിള്ളേർ പറഞ്ഞു, എ ക്ലാസ്സിൽ പിള്ളേർ ഇരിക്കുന്നില്ലെങ്കിൽ ഞങ്ങളും ഇരിക്കുന്നില്ല. ഈ സന്ദർഭങ്ങളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ സമരത്തിൻ്റെ ലാഞ്ചന പോലും ആ സ്കൂളിലേക്ക് ഇല്ല. ഒരേ സ്വരത്തിൽ അടിയല്ല എന്ത് വന്നാലും ഈ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് ഇരിക്കാൻ കസേരയില്ലാതെ ഞങ്ങൾ ഇരിക്കുന്നില്ല എന്നുള്ള ആ തീരുമാനത്തിൽ ഉറച്ചു നിന്ന ഒരു സന്ദർഭമുണ്ട്. അതിൽ അടി കൊണ്ടത് ഹെഡ് മാസ്റ്ററുടെ ഭാര്യയുടെ അനിയത്തി ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അത് 1959 1959 ഫസ്റ്റ് ബാച്ച് ഞങ്ങൾ ആ ബാച്ചിലായത്. അത് 59 വിമാന സമരം നടക്കുന്ന സമയത്ത് തന്നെയാണ്. വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇന്ന് ഏത് പാർട്ടിയാണ് നല്ലതുള്ളത്? ഞാൻ അങ്ങോട്ട് ചോദിക്കുക, ഒന്ന് പറയാമോ? നിങ്ങൾ ഏത് പാർട്ടി ഇഷ്ടപ്പെടുന്നത്? ഞാൻ വോട്ട് ചെയ്യാൻ പോകാറുണ്ട്. രാഷ്ട്രീയ കാഴ്ചപ്പാട് എനിക്കുണ്ട്. പക്ഷേ ഇന്ന് രാഷ്ട്രീയ പാർട്ടിയെ ഉദ്ദേശിച്ച് വോട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയിലൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. LDF ആണോ UDF ആണോ ഇനി BJP ആണോ ആരാണെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന സമ്പ്രദായമല്ല കാണിക്കുന്നത്. അത് ഒരു വേദനാജനകമായൊരു അനുഭവമാണ്. ഞാൻ ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. നിങ്ങൾ രാഷ്ട്രീയ ചുവകൊണ്ടൊന്നും ഞാൻ പറയുകയല്ല. എന്നെ വേദനിപ്പിച്ച, അടുത്ത കാലത്ത് എന്നെ വേദനിപ്പിച്ച 3 സന്ദർഭങ്ങളുണ്ട്. കണ്ണൂർ AD ആയിരുന്ന നവീൻ ബാബു അഴിമതിക്കാരനായിരുന്നു. ഞാൻ പത്രത്തിലൂടെയും മറ്റുള്ള രീതിയും കണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ് ഞാൻ ഫോട്ടോയിൽ കണ്ടു. ഫേസ് ഈസ് ദ ഇൻഡെക്സ് ഓഫ് ദ മൈൻഡ്. നവീൻ ബാബു അഴിമതിക്കാരനല്ല. പക്ഷേ അഴിമതിക്കാരനാക്കാൻ പഠിച്ച പണി 18 നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുമോ? എനിക്ക് പറ്റുന്നില്ല. ഒരു പാവം KSRT ഡ്രൈവർ തിരുവനന്തപുരത്ത് വണ്ടി ഓടിച്ചുകൊണ്ട് വരിക. ആര്യ രാജേന്ദ്രനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി അതിന് തടുത്ത് പ്രശ്നമുണ്ടാക്കി. ആ ഡ്രൈവർ നല്ലതാണോ ചീത്തയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ അവിടുത്തെ മേയറും ഭർത്താവ് MLA കാണിച്ചത് തെറ്റാണെന്ന് പറയാൻ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ തുനിഞ്ഞോ? അവൻ്റെ പേരിൽ തെറ്റ് കാണും, ഇല്ലാന്ന് പറഞ്ഞത്. പക്ഷേ ആ സന്ദർഭം ആര്യ രാജേന്ദ്രനും ഭാര്യ MLAയും കാണിച്ചത് തെറ്റായി പോയെന്ന് പറയാൻ ആരെങ്കിലും ഇവിടെ ഉണ്ടായോ? പറയണ്ടേ? 3ാമത്തെ സന്ദർഭം, നവകേരള സദസ്സ് പോവുക. 1 കോടി രൂപ ചെലവിൽ കാറിൽ പോവുക. എതിര് എന്തോ ഒരു ഇഷ്ടക്കുറവുകൊണ്ട് കാണിച്ച് കറുത്ത കൊടി കാണിച്ചു. അവരെ കഠിനമായിട്ട് തല്ലിച്ചതയ്ക്കുന്ന ചിത്രം ഞാൻ കണ്ടു TV-യിൽ. ഇതേക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ രക്ഷാപ്രവർത്തനം നടത്തിയതില്ലേ? ഞാൻ കണ്ടതല്ലേ? അവർ രക്ഷാപ്രവർത്തനം നടത്തിയതാ, ഞാൻ കണ്ടതാ. എത്രയോ കാര്യങ്ങൾ പറയേണ്ട എത്രയോ സന്ദർഭങ്ങളുണ്ട്. അവിടെയൊന്നും മുഖ്യമന്ത്രി നാവനക്കുന്നില്ല. ഇത് ഞാൻ കണ്ടതാന്നേ. ഉൾക്കൊള്ളാമോ? നിങ്ങൾക്ക് ഉൾക്കൊള്ളാം, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാൻ ആരും കുറ്റം പറയല്ല കേട്ടോ. ഇനി പ്രതിപക്ഷ നേതാവ് പറയുന്ന സംസാര രീതി പരിപക്വമാണോ? അല്ലെന്ന് എനിക്ക് തോന്നുന്നത്.
ഇനി ആധികാരികമായിട്ട് അവരെ അണികളെ പറഞ്ഞു നിർത്താൻ അവർക്ക് കഴിയുന്നുണ്ടോ? അവിടെ ഒരു സ്വച്ഛാധിപത്യ രീതിയിലാണെങ്കിലും അവർ അണിയിൽ ഒതുങ്ങുന്നുണ്ട്. ഇവിടെ ഒതുങ്ങുന്നുണ്ടോ? ഇല്ല. നമ്മൾ ആരെ ഉൾക്കൊള്ളും? നമുക്ക് ആരെ ഉൾക്കൊള്ളാൻ പറ്റും? അവരിൽ നിന്ന് രക്ഷ കിട്ടുമെന്ന് വിചാരിക്കാമോ? ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. എനിക്ക് എൻ്റെ അടിസ്ഥാന പെൻഷൻ 14,740 രൂപയാണ്. ഇപ്പോൾ 15% DA ഉണ്ട്. 80 വയസ്സ് കഴിഞ്ഞവർക്ക് 1000 രൂപ പ്രത്യേക ഒരു അലവൻസ് ഉണ്ട്. അങ്ങനെ എനിക്ക് ആകെ കിട്ടുന്നത് 17,000 രൂപ. ചില മാസത്തിൽ 17,500 രൂപ എഴുതിയെടുക്കാൻ പറ്റും. ഈ പെൻഷനാണ് എനിക്ക് കിട്ടുന്നത്. ഒരു പൈസ പോലും ആശുപത്രി കൊടുക്കണ്ട, എനിക്ക് മദ്യം വേണ്ട. ഒത്തിരി പൈസ ഞാൻ പാവങ്ങൾക്ക് സഹായം ചെയ്യാറുണ്ട്. അങ്ങനെ കൊടുത്തു പോകുന്നതല്ലാതെ എനിക്ക് ഒരു വരുമാനമില്ല. എനിക്ക് ഒത്തിരി കാശ് സർക്കാരിൽ നിന്ന് അരികറി കിട്ടാനുണ്ട്. ഇതേക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? എന്ന് കിട്ടുമെന്നൊന്നും പറയാൻ പറ്റുമോ? കഴിഞ്ഞ വർഷം മാർച്ച് ഏപ്രിലിൽ ഞാൻ കിടപ്പായിരുന്നു. ഞാൻ പട്ടുപോയി ഞാൻ വിചാരിച്ചതാണ്. എൻ്റെ പുസ്തകം ലാസ്റ്റ് പേജിൽ 2 റിട്ടയർ ചെയ്ത് എന്നോട് ഒപ്പം റിട്ടയർ 4 കൊല്ലം മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. എന്നേക്കാൾ പ്രായക്കാരാണ്. എന്നേക്കാൾ പ്രായം കുറഞ്ഞ് എത്രയോ അധ്യാപകർ പോയി. എന്നെ വിളിക്കാത്ത എന്താണെന്നുള്ളത് എനിക്ക് കുറേ പാപം ചെയ്തതിന് പശ്ചാത്തലം ചെയ്യാനുണ്ടായിരിക്കും. അതുകൊണ്ട് എന്നെ നിർത്തിയിരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ആരെയും നമ്പാൻ നോക്കണ്ട. നിങ്ങൾക്ക് പേഴ്സണാലിറ്റി ഉണ്ടോ? അത് എ മാൻ ഓഫ് ട്രൂത്ത് മസ്റ്റ് ഓൾസോ ബി എ മാൻ ഓഫ് കെയർ. മഹാത്മാഗാന്ധി പറയാണ്. നിങ്ങൾ വളരെ ട്രൂത്തായിരിക്കണം, പക്ഷേ ബി വെരി കെയർഫുൾ. ഈ കെയർഫുൾ ഇല്ലാതെ പോകുന്നതുകൊണ്ട് അവിടെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഇതാണ് വസ്തുത. അപ്പോൾ രാഷ്ട്രീയ ചായ്വ് നോക്കിയല്ല ഇന്ന് വോട്ട് ചെയ്യാൻ പറ്റുന്നത്. ആരാണ് ഇലക്ഷൻ നിൽക്കുന്ന ആൾ നല്ല പേഴ്സണാണോ, അവർ സ്വഭാവം എങ്ങനെയുണ്ട് എന്ന് കണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അതിലും വളരെ സ്ഥലമുണ്ട്. ജയിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ അധികാരം 5 കൊല്ലത്തേക്ക്. കുന്തം കുടച്ചക്കരൊക്കെ എഴുതി വെച്ചിരിക്കുക ഭരണഘടനയിൽ. പറയാൻ വല്ല നാണമുണ്ടോ? നമ്മളാണ് പറഞ്ഞെങ്കിൽ വെറുതെ വിടുമോ? ഞാനാണ് ഇപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത് എല്ലാം തെറ്റാവും, കുണ്ടവും കുടച്ചൊക്കെ എഴുതി വെച്ചേക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ വെറുതെ വിടുമോ? ഇതൊക്കെ കഷ്ടമാണ്. ഇതൊക്കെ രാഷ്ട്രീയത്തിലുള്ള മൂല്യച്യുതിയാണ്. എനിക്ക് ആത്മബലം തരുന്നത് ഞാൻ പഠിപ്പിച്ചു വിട്ട കുട്ടികളാണ്. എൻ്റെ നാട്ടിൽ വീണ്ടും തൊട്ടടുത്ത സ്കൂളിൽ ഞാൻ ജോലി ചെയ്തിരുന്ന, ഞാൻ പഠിപ്പിച്ചു വിട്ട 10-60 വയസ്സുകൾ 40-നും 60-നും ഏത് പ്രായമുള്ള കുട്ടികളുടെ ഇടയിലാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. ഒരു ജാള്യതയും ഇല്ലാതെ എനിക്ക് അവരുടെ മുഖത്ത് നോക്കാം, അവർക്ക് എന്നെയും പരിഗണിക്കാം. ഇതുപോലെ എല്ലാ ടീച്ചേഴ്സിനും പറ്റിയിട്ടില്ല. 2 കൊല്ലം മുമ്പ് ഞാൻ തൃപ്പൂണിത്തുറ BSNL ഓഫീസിലിരിക്കുക, ചാർജ് ചെയ്യാൻ പോയതാണ്. ഒരു കൊല്ലത്തേക്ക് ഞാൻ അവിടെ പോയി ചാർജ് ചെയ്യുന്നത്. അപ്പോൾ 2 പേര് വന്നിട്ട് ആ ഓഫീസിൽ കൗണ്ടറിലിരുന്ന 2 പേര് പറയുക, നാളെ ഞാൻ റിട്ടയർ ചെയ്യുക, നിങ്ങളെല്ലാവരും വന്ന് എൻ്റെ റിട്ടയർമെൻറ്റ് ഹാപ്പി ആക്കണം എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ ഞാനിത് കേട്ടോണ്ട് ഇവിടെ നിന്ന് ഇരിക്കുക. അപ്പോഴേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, റിട്ടയർമെൻറ്റൊക്കെ ഇപ്പോൾ ഹാപ്പിയാണ്. ആഫ്റ്റർ റിട്ടയർമെൻറ്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രപഞ്ചഭൂവിൽ വിതച്ച വിത്തിൻ ഫലത്തെ നാം കൊയ്യും. നിങ്ങൾ നല്ല വിത്താണോ വിതച്ചിരിക്കുന്നത്? നല്ല വിത്താണ് നിങ്ങൾ വിതച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് ഹാപ്പി ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കൊട്ടപ്പോകയാണ് എന്ന് ഞാൻ അവരോട് അന്നേരമാണ് അവർ ചിന്തിച്ച്, ശരിയാണ്, ആഫ്റ്റർ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് 2 കൊല്ലം പോലും ജീവിച്ചിരിക്കാൻ പറ്റാതെ കിട്ടിയ കാശ് മുഴുവൻ കൊണ്ടുപോയി വെള്ളം കുടിച്ച് കരളും അവയവങ്ങളെല്ലാം കളഞ്ഞു പോയാൽ എനിക്കറിയാം. അത് മാതൃകാ അധ്യാപകൻ്റെയോ മാതൃകാ ജോലിക്കാരൻ്റെയോ പണിയല്ല, സംസ്കാരമല്ല, ഫലമല്ല. എൻ്റെ ഭരണ നിർവഹണത്തിൻ്റെ അപാകത കൊണ്ടാണ് മിസ്റ്റേക്ക് സംഭവിച്ചതെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഞാനല്ലേ? അപ്പോൾ എൻ്റെ ഭരണം അതിന് യോഗ്യമാണോ? ഞാൻ രാജിവെച്ച് പോകുന്നതല്ലേ നല്ലത്? കടിച്ചു തൂങ്ങി കിടക്കുന്നതാണോ നല്ലത് എന്ന് വിചാരിച്ച് രാജിവെച്ച് പോയിട്ടുണ്ട്. അത് രാജിവെച്ചത് അവരുടെ അഭിമാനത്തിൻ്റെ ഭാഗമാണ്, അവരുടെ വാല്യൂവിനെ വായിക്കുന്ന കാര്യമാണ്. അത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷേ ഭരണം ഏൽപ്പിച്ചിട്ട് ഇട്ടിട്ട് പോയി എന്നുള്ളതായി കാഴ്ചപ്പാട് ചെയ്യുക. ഭരണം കടിച്ചു നീ കിടക്കാനുള്ളതല്ല. മറ്റൊരാൾ വരട്ടെ, അനുയോജ്യമായ മറ്റൊരാൾ വരട്ടെ, അതൊന്ന് മാറി കൊടുക്കുന്നതാണ് നല്ലത്. അടിയന്തര കാലത്ത് ഉള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ കരുണാകരൻ പോലീസ് മന്ത്രിയായിരുന്നപ്പോഴാണ് ഒരു എൻജിനീയറിംഗ് വിദ്യാർത്ഥി മരിക്കുന്നത്. അത് എങ്ങനെ മരിച്ചു എന്നൊന്നും എനിക്കറിയില്ല.
പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കരുണാകരനെതിരെ ഇവിടെ എറണാകുളത്തുള്ള ഒരാൾ പ്രവർത്തിച്ചായിരുന്നു. അതേ വലിയൊരു ബിസിനസ്മാനാണ്. കൊല്ലത്ത് 3-4 കശുവണ്ടി ഫാക്ടറിയൊക്കെയുള്ള ഉടമസ്ഥനായിരുന്നു. കരുണാകരനെതിരെ കേസ് കൊടുത്തത് ആ മരിച്ച കുട്ടിക്ക് വേണ്ടിയിട്ട്. ആ മരിച്ച കുട്ടി അയാളുടെ കമ്പനിയിലെ ഒരു ജോലിക്കാരൻ്റെ മോനായിരുന്നു. അതുകൊണ്ട് കരുണാകരനെതിരെ ആ ബിസിനസ്സുകാരൻ, എറണാകുളത്തുള്ള ബിസിനസ്സുകാരൻ കേസ് കൊടുത്തു. കരുണാകരന് ആ കുട്ടിക്ക് ന്യായം പറയേണ്ടി വന്നു. അത് കാര്യം കഴിഞ്ഞപ്പോൾ ശേഷം കരുണാകരൻ അയാൾക്കെതിരെ തിരിഞ്ഞു. അയാളുടെ ബിസിനസ് കേന്ദ്രം റഷ്യയായിരുന്നു. കശുവണ്ടി പരിപ്പ് വിൽക്കുന്നത് റഷ്യയിലായിരുന്നു. ആ മാർക്കറ്റിംഗ് ഡോറങ്ങ് അടച്ചു. ഇയാൾ പൊട്ടി പാളീസായി പോയി. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൻ്റെ കാര്യം നോക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. എനിക്ക് തിരിച്ചടി കിട്ടുമോ എന്നും കൂടി ചിന്തിക്കണം. ചെയ്യുന്നത് നല്ല ഉപകാരമാണെങ്കിൽ ചെയ്യണം നല്ലത്. പക്ഷേ എനിക്ക് തിരിച്ചടി കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ നോക്കരുത്. ഇത് എൻ്റെ കാര്യത്തിൽ ബാധിച്ചു വരിക. എൻ്റെ 1-ാം പ്രതിയും 2-ാം പ്രതിയും 3-ാം പ്രതിയും തോൽപ്പിച്ചു. എനിക്കെന്താ സംഭവിച്ചത്? എനിക്കൊന്നും സംഭവിച്ചില്ല. അവർ പട്ടുപോയി. അവർ പട്ടുപോയത് ഞാനാണ് ഉത്തരവാദി. പ്രപഞ്ചഭൂമിയിൽ വിതച്ച വിത്തിൻ ഫലത്തെ അവർ കൊയ്തു. അങ്ങനെ നാമും കൊയ്യാതിരിക്കാൻ നോക്കണം. ഞാനൊരു ഉദാഹരണം കൂടി പറയാം, അപ്പോൾ നിങ്ങൾക്കതിന് മനസ്സിലാകും. 50 വർഷം മുമ്പ് ഞാൻ ജോലി ചെയ്തിരുന്നതായ കരുവമ്പോയിൽ സ്കൂളിൽ ഞാൻ പോയി. 2 കൊല്ലം മുമ്പ്. അതിന് മുമ്പ് ഒരു 10 കൊല്ലം മുമ്പ് ഞാൻ സ്കൂളിൽ പോയായിരുന്നു. അന്ന് ഞാൻ ജോലി ചെയ്തിരുന്ന സ്കൂളിൽ തന്നെ, പാവപ്പെട്ട ഒരു സ്കൂള്, ഇടിഞ്ഞു പൊളിയാതെ ഓല ഷെഡൊക്കെ ആയിട്ടുള്ളൊരു സ്കൂളായിരുന്നു. ഈ 2 കൊല്ലം മുമ്പ് ഞാൻ പോയപ്പോൾ അവിടെ UP ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി 3 വിഭാഗം. UPയിൽ മാത്രം 50 ടീച്ചേഴ്സ്, ഒരു ക്ലാസ് റൂം മുഴുവനും ടീച്ചേഴ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുക. ഞാൻ ഒരു 11:30 അവിടെ ചെല്ലുക. ഇൻ്റർവെൽ സമയമാണ്. ഇത്രയും ടീച്ചേഴ്സോ UP സെക്ഷനിൽ മാത്രം? വണ്ടർഫുൾ. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. അപ്പോൾ അവിടുത്തെ ഹെഡ് മാസ്റ്റർ പാവം ഒരു പുരുഷനായിരുന്നു. നല്ല മനുഷ്യൻ, നല്ല മനസ്സുള്ളൊരു അധ്യാപകൻ. സാർ ഈ ടീച്ചേഴ്സിനോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഈ 50 ടീച്ചേഴ്സിന് മുമ്പിൽ ഞാൻ എന്നാ പറയാനാണ്? ഞാൻ വണ്ടടിച്ച് ഞാൻ തന്നെ പറിക്കുക ടീച്ചേഴ്സ്. അപ്പോൾ ഞാൻ അവരോട് 5 മിനിറ്റ് സമയം സംസാരിച്ചു. ഞാനിങ്ങനെ ഈ സ്കൂളിൽ 1966, 68, 69 ഇവിടെ ജോലി ചെയ്തിരുന്നു. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സൊക്കെ എന്നെ ദൈവത്തെ പോലെ കണക്കാക്കിയിരുന്നത്. വളരെ എന്നെ അവരെന്നോട് സാറി നാട്ടിൽ നിന്ന് പോകേണ്ട, എവിടെയെങ്കിലും ജോലി ചെയ്തിരുന്നു. എനിക്ക് നാട്ടിൽ നിന്ന് വിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ഇത് ഞാൻ ഒരു 5 മിനിറ്റ് സംസാരിച്ചു. അവരെനിക്ക് ചായ തരുന്നു. അവർക്ക് ഉച്ചയ്ക്ക് 11:30 ഒരു ചായയുണ്ട്, തീറ്റോട് കൂടിയുള്ള ചായ എനിക്ക് കൊണ്ട് തന്നു. ഞാൻ ചായ മാത്രം കുടിച്ചു. പറഞ്ഞു സന്തോഷമായിട്ട് പിരിഞ്ഞു പോയി. ഹെഡ് മാസ്റ്റർ കയറി വരിക. ഹെഡ് മാസ്റ്റർ ആ ടീച്ചറോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ സാറിന് ഇപ്പോഴും 80 വയസ്സ് കഴിഞ്ഞു. ഈ സാർ ഇപ്പോഴും നിങ്ങളെ അന്വേഷിച്ച് വന്നിരിക്കുക. അതാ സാറിൻ്റെ സന്മനസ്സുകൊണ്ടാണ്. സാറിനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റിയത് അന്ന് സാർ ഇവിടെ വിതച്ച വിത്തിൻ്റെ ഫലമായിട്ടാണ്. ആ ടീച്ചേഴ്സ് കേട്ടീസ് വണ്ടടിക്കുക. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ കിട്ടണമെങ്കിൽ നാം ഈ പ്രപഞ്ചഭൂമിയിൽ നല്ല വിത്ത് വിതയ്ക്കണം. എങ്കിലേ നല്ല ഫലം കൊയ്യാൻ പറ്റുള്ളൂ. ചീത്ത ഇയാളെന്നാ സാറാ. അടുത്ത കാലത്തൊരു സംഭവം ഉണ്ടായി, പറയാൻ കൊള്ളില്ലെങ്കിലും ഒരു അധ്യാപകൻ പ്രൈവറ്റ് ട്യൂഷൻ ഉണ്ടായിരുന്നു. ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഹെഡ് മാസ്റ്ററാണ്. അയാൾക്ക് പ്രൈവറ്റ് ട്യൂഷൻ നടത്തുന്ന വല്ല കാര്യമുണ്ടോ? എന്തോരം സ്വത്താന്ന് വെച്ചാൽ കയ്യും കണക്കുമില്ല. അങ്ങനെ സ്വത്ത് മുഴുവൻ കിടക്കണം. പെൻഷൻ നല്ല കാശ് കിട്ടുന്നു. നല്ല ഒന്നാന്തരം ഭാര്യ, സുന്ദര BEdകാരിയാണ്, ജോലിക്കൊന്നും വിട്ടില്ല. അങ്ങനെയുള്ള ഭാര്യ. ട്യൂഷൻ വന്ന കുട്ടികളെ താലോലിക്കാൻ പോയി കഴിഞ്ഞാൽ എന്നാ സാറായത്? അങ്ങനെ അനുഭവം വരില്ലേ? അപ്പോൾ ടീച്ചേഴ്സാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികളുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റണം. അത് എത്ര പേർക്ക് സാധിക്കുമെന്ന് എനിക്കറിയാൻ വയ്യ. അതുപോലെ ടീച്ചേഴ്സിന് മാത്രമല്ല, നേതാക്കന്മാർക്കും കഴിയണം. അനുകരിക്കാൻ പറ്റുന്ന നേതാക്കന്മാരിവിടെ ഉണ്ടാവണം. അനുകരിക്കാൻ പറ്റുന്ന നേതാക്കന്മാരിവിടെ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ എനിക്കറിയാൻ വയ്യ. ഞാൻ ആരെയും കാണുന്നില്ല. 29 കൊല്ലമായാലും ഞാൻ റിട്ടയർ ചെയ്തിട്ട്. അന്നത്തെ ഒരു കൾച്ചറല്ല ഇന്ന് ഉദ്യോഗ വിഭാഗത്തിൽ കാണുന്നത്. നവീൻ ബാബു നല്ലവനാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അയാളെ അഴിമതിക്കാരനായിട്ട് ചിത്രീകരിച്ച് അവനെ പുറത്ത് വിട്ടില്ലേ? ഇന്ന് സത്യസന്ധമായിട്ട് ജോലി ചെയ്യാൻ പറ്റുമോ? കൈക്കൂലി മേടിച്ചാലും കുഴപ്പം, മേടിച്ചില്ലെങ്കിലും കുഴപ്പം. മേടിച്ചില്ലെങ്കിലും കുഴപ്പമാണോ? നിങ്ങൾക്ക് എന്താ അനുഭവം? കൈക്കൂലി മേടിച്ചില്ലെങ്കിലും കുഴപ്പമാണ്. എൻ്റെ ചേട്ടൻ്റെ ഇളയ മകൻ്റെ ഭാര്യ ടീച്ചറായിരുന്നു. ഞാൻ അവളെ കാണുമ്പോൾ അവൾ ആലപ്പുഴ പൊള്ളത്തൈ സ്കൂൾ ടീച്ചറാണ്. പിന്നെ അവൾക്ക് PSC കിട്ടിയിട്ട്
PWDയിൽ കിട്ടി. അവൾ പോയി ജോയിൻ ചെയ്തു. അവൾ എനിക്കൊരു ലെറ്റർ എഴുതി, കൊച്ചപ്പ ശമ്പളം കേൾക്കെ കിട്ടി, ശമ്പളത്തിന് പുറമെ ഒരു കവറുണ്ട്. ഞാൻ എണ്ണി നോക്കിയപ്പോൾ കവറാണ് കൂടുതൽ, ശമ്പളം കുറവാണ്. എന്നാ കവറെന്നാ? അതേ, കോൺട്രാക്റ്റുകാർ കൊടുക്കുമ്പോൾ ഒരു കമ്മീഷനുണ്ട്. ഓരോ പണി ചെയ്യുമ്പോഴും കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം ആ ഓഫീസിലെ ജീവനക്കാർക്കുള്ളതാണ്. അത് വീതിച്ചു കൊടുക്കുക. അത് മേടിക്കണം. നീ അത് മേടിക്കേണ്ടത്, നീ അതും കൈക്കൂലൊന്നും നീ മേടിക്കേണ്ടത്. മേടിച്ചില്ലെങ്കിൽ അതാ ഒച്ചപ്പാ കുഴപ്പം, എന്നെ ഒറ്റപ്പെടുത്തും, എനിക്കിവിടെ ഈ കസേരയിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് അവളെനിക്ക് എഴുതി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ അതിലേക്ക് പോകണം, നീ ടീച്ചറായിട്ട് വരാൻ പറഞ്ഞു. അവൾ ടീച്ചറായിട്ട് DY റിട്ടയർ ചെയ്ത് അടുത്തയാളാണ്. അപ്പോൾ ഇതൊക്കെ പ്രശ്നങ്ങളാണ്. ഇന്നൊരു കാര്യത്തിൽ നമുക്കൊരു സ്വസ്ഥതയില്ല, വ്യക്തതയില്ല. ഒരു ടീച്ചർ 6ാം ക്ലാസ്സിൽ പഠിപ്പിക്കുക, പെണ്ണ് ടീച്ചറാണ്. 5ാം ക്ലാസ്സിലൊരു ആൺകുട്ടി ഈ ടീച്ചറുടെ സാരിയിൽ ആ സ്ക്രീനിൻ്റെ അടിയിലൂടെ ഒന്ന് പിടിച്ചു. ആ ആൺകുട്ടീനെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോയി ആ ടീച്ചർ ആ കുട്ടീനെ മർദ്ദിക്കാവുന്ന അത്ര മർദ്ദിച്ചു. മർദ്ദിച്ചെന്ന് വെച്ചാൽ തല്ലിക്കൊല്ലുമൊന്നുമല്ല ചെയ്തത്. അവസാനം ആ കുട്ടിയോട് ആ ടീച്ചർ പറഞ്ഞൊരു വാക്യമുണ്ട്, നീ 4-5 കൊല്ലം കഴിഞ്ഞാൽ ബലാത്സംഗം ചെയ്യൂലോടാ. അപ്പോൾ ആ കുട്ടിക്ക് ബലാത്സംഗം എന്താണെന്ന് അറിയില്ല. അന്ന് മുതൽ അവൻ എന്താ ഈ ബലാത്സംഗം എന്താ ആ കുട്ടി ചിന്തിക്കുമായിരിക്കും. ഞാൻ ആ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ, അവനിവിടെ SLC പാസ്സാകുമ്പോൾ ടീച്ചറിവിടെ ജോലി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി ടീച്ചറെ ബലാത്സംഗം ചെയ്യും. അവൻ ബലാത്സംഗത്തെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. എൻ്റെ ടീച്ചർ ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടെന്ന്. ആ കുട്ടീനെ മടിയിലിരുത്തി, മോനെ എൻ്റെ സാരിയല്ല, മോനെ എന്നെ തലോലിച്ചു എന്ന് പറഞ്ഞ് പിടിപ്പിക്കുകയല്ലേ വേണ്ടത്. ടീച്ചറോട് ഞാൻ വാങ്ങി കൊടുത്തു. ടീച്ചറിന് അവനിവിടെ ഉണ്ടെങ്കിൽ ടീച്ചറെ അവൻ ബലാത്സംഗം ചെയ്യുമെന്ന് പറഞ്ഞാൽ കുട്ടിയോട് പറയേണ്ടത് പറയാവുള്ളൂ. ഇങ്ങനെ ഞാൻ പറഞ്ഞതുകൊണ്ട് അവനൊരു 5ാം ക്ലാസ്സിലുള്ള കുട്ടിയാണല്ലോ, ഞാൻ അവൻ്റെ പക്ഷത്ത് നിന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് അവൻ എന്നെ വഴിക്ക് കണ്ടാൽ എങ്ങനെ പെരുമാറും എന്നോട്? അവൻ എങ്ങനെ പെരുമാറണം? ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഒരു വീട്ടിൽ 3 പെൺകുട്ടികൾ. മൂത്ത കുട്ടിക്ക് 11 വയസ്സ് പ്രായം, അതിന് താഴെയുള്ള 2 കുട്ടികൾ. എനിക്ക് 3ാമത്തെ പീരീഡിൽ, സയൻസ് പീരീഡിലാണ്, 6ാം സ്റ്റാൻഡേർഡിൽ. ഞാൻ 6ാം സ്റ്റാൻഡേർഡിൽ മിക്കവാറും ചെല്ലുമ്പോൾ 3ാമത്തെ പീരീഡിൽ ചെല്ലുമ്പോൾ ഈ കുട്ടി മിക്കവാറും കരയുമായിരിക്കും. ഞാൻ ഒരിക്കൽ ചോദിച്ചു, കുട്ടി എന്താ കരയുന്നതെന്ന്, എന്താ പ്രശ്നം എന്നാ? ആ കുട്ടി ഇങ്ങനെ വിങ്ങി പൊട്ടി കരയുക. ഞാൻ പല പ്രാവശ്യം ചോദിച്ചു, കുട്ടിയൊന്നും മിണ്ടുന്നില്ല. ഒരു ദിവസം ഞാൻ ഇങ്ങനെ അടുത്ത് വിളിച്ച് പറഞ്ഞു, മോൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അതെന്താണ് പ്രശ്നമെന്ന് എന്നോടൊന്ന് പറയണം എന്ന് പറഞ്ഞു. ആ കുട്ടി കണ്ണുനീര് വലിച്ചുകൊണ്ട് എന്നോട് പറയുക, സാറേ 2 അടി ഞാൻ കൊണ്ടു. 1ാം പീരീഡിൽ അടി കൊണ്ടു, 2ാം പീരീഡിൽ അടി കൊണ്ടു. എൻ്റെ വീട്ടിൽ അമ്മയ്ക്ക് സുഖമില്ല, അപ്പന് മീൻ കച്ചവടമാണ്, വീട്ടിൽ മുഴുവൻ പണി ഞാൻ ചെയ്യണം, എൻ്റെ ഇളയത്തുങ്ങളെയും ഞാൻ നോക്കണം, പിന്നെ എനിക്ക് പഠിക്കാൻ എവിടെയാ സാറേ സമയം? ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യാൻ, ഏതായാലും വീട്ടിൽ പണി ചെയ്യാതിരിക്കാൻ പറ്റില്ല, നിത്യാരും വീട്ടിലെ കാര്യങ്ങൾ, അമ്മയ്ക്ക് സുഖമില്ല, അപ്പോൾ മോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മോൾക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുമെങ്കിൽ 1-2 ചോദ്യത്തിന് ഉത്തരമെങ്കിലും സാർ ചോദിച്ചാലൊന്ന് പറയാനായിട്ടൊന്ന് തയ്യാറായി നോക്ക്, വേണമെന്ന് ഞാൻ പറയുന്നില്ല, നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞു. ആ കുട്ടിക്കുണ്ടായ മാറ്റം, ആ കുട്ടിയുടെ കഷ്ടപ്പാടും കണ്ണുനീരും കാണാൻ ഒരാളുണ്ടായല്ലോ എന്നുള്ളതായ ഒരു ചിന്ത എത്ര കാലം കഴിഞ്ഞാലും ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമ്പോൾ ആ കുട്ടി മറക്കുമോ? ആ കുട്ടിക്ക് എന്നെ മറക്കാൻ പറ്റുമോ? എനിക്ക് ആ കുട്ടീനെ മറക്കാൻ പറ്റുമോ? വേറെ സന്ദർഭം ഞാൻ പറയാം. നന്നായിട്ട് പഠിക്കുന്നൊരു കുട്ടി, ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് വരുന്ന ഒരു കുട്ടിയാണ്. അന്ന് ഇംഗ്ലീഷ് പോയട്രിയൊക്കെ ബൈഹാർട്ട് പഠിക്കേണ്ട ഇതാണ്, അങ്ങനെ പഠിപ്പിച്ച് പോയിരുന്ന സമ്പ്രദായമുള്ളത്. ഒരു ദിവസം ആ കുട്ടി പഠിച്ചില്ല. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചു, എന്താ പഠിക്കാതിരുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്നോട് പറഞ്ഞാൽ മതി. എന്ത് കാരണം കൊണ്ട് പഠിപ്പിച്ചത് മനസ്സിലായില്ല, അല്ലെങ്കിൽ വീട്ടിൽ സാഹചര്യം കൊണ്ട് പഠിക്കാൻ പറ്റും, എന്താണ് പഠിക്കാൻ പറ്റാത്തതെന്ന് കാരണം എന്നോട് പറഞ്ഞാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ കുട്ടി പഠിച്ചില്ല. അപ്പോൾ പഠിക്കാത്തതിന് കാരണം പറയണം. സമയം കിട്ടില്ല, വല്ല പണിയുണ്ടായിരുന്നു വീട്ടിൽ, എന്താ പറഞ്ഞത്? ആ കുട്ടി എന്നെ കൈക്ക് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറയുക, സാറേ, ഇന്നലെ അപ്പനും അമ്മയും വീട്ടിൽ ഭയങ്കര വഴക്കായിരുന്നു, ഉറങ്ങാൻ പറ്റിയില്ല, എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, ഞാൻ എന്ത് ചെയ്യണം? ഞാനൊന്നും പറഞ്ഞില്ല. ആ കുട്ടി 4 മണി വിട്ട് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ ചെന്നു. ആ കുട്ടി സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാൻ അവരുടെ വീട്ടിലുണ്ട്. ആ കുട്ടി എന്ത് ചെയ്യും? അയ്യോ, ഞാൻ പറഞ്ഞത് തെറ്റായി പോയോ? കുട്ടി വന്നതിന് ശേഷം ഞാൻ രക്ഷകർത്താക്കി വിളിച്ചു. എന്നേക്കാൾ വളരെ പ്രായം കുറവുള്ളവരാണ്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ വഴക്കാണോ വേണ്ടത്, കുട്ടികൾ പഠിച്ച് എടുക്കലാവേണ്ടത്, ഏതാ വേണ്ടതെന്ന് ചോദിച്ചു ഞാൻ.
ആ രക്ഷകർത്താവ് കരഞ്ഞുകൊണ്ട് എന്നോട് പറയുക, സാറേ ഇനി മേലാൽ ഞാനിങ്ങനെ എൻ്റെ വീട്ടിലൊരു വഴക്കുണ്ടാക്കില്ല, എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞ് പശ്ചാത്തലിക്കുന്ന സന്ദർഭം ഉണ്ടായി. ആ രക്ഷകർത്താക്കൾക്ക് എന്നെ മറക്കാൻ പറ്റുമോ? ഞാൻ എൻ്റെ ആത്മാവിനോട് ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറയും, ഞാൻ നല്ല വിത്തെ വിതച്ചിട്ടുള്ളൂ, നല്ല അനുഭവങ്ങളാണ് ഞാൻ കൊയ്തുകൊണ്ടിരിക്കുന്നത്. സത്യവേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, മക്കളുടെ മഹത്വം അവരുടെ അപ്പന്മാരാണ്. മക്കൾക്ക് മഹത്വം കിട്ടുന്നത് അവരുടെ മാതാപിതാക്കളുടെ ഗുണം കൊണ്ടാണ്. അത് ഞാൻ പലയിടത്തും എൻ്റെ പ്രാക്ടിക്കലി ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമാണ്. ഞാൻ കുട്ടികളോടല്ല കൂടുതൽ എതിരിടുന്നത്, ടീച്ചേഴ്സിനോടാണ്. കുട്ടികളെ ഞാനും തെറ്റ് പിള്ളേരെ ശിക്ഷിക്കുന്നുള്ളൂ, പഠിക്കുക അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ടീച്ചേഴ്സിൽ നിന്ന് കൂടുതലായിട്ട് പണിഷ്മെൻറ്റ് കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ അത് ചോദ്യം ചെയ്യുന്ന രീതിയാണ് എനിക്കുള്ളത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. 2 സന്ദർഭം. ഒന്ന്, എൻ്റെ രണ്ടാമത്തെ മകൾ 9ാം ക്ലാസ്സിൽ പഠിക്കുക. അവൾക്ക് സാമൂഹികപാഠം പുസ്തകം, അതിൻ്റെ ഞാൻ ഡയറി ഞാൻ ആ പുസ്തകത്തിലുണ്ട്, ഈ പുസ്തകം ഞാൻ കാണിച്ചിട്ടുണ്ട്. 3 മാർക്ക് എൻ്റെ രണ്ടാമത്തെ മകൾക്ക്. അപ്പോൾ സാമൂഹികപാഠം എനി ഫുൾ ക്യാൻ ടീച്ച് സോഷ്യൽ സ്റ്റഡീസ് എന്നാണ് ഒരു ചൊല്ലുണ്ടെന്നാണ് പറയുന്നത്. ആർക്കും പഠിപ്പിക്കുക സാമൂഹികപാഠം എന്നാണ് പറയുന്നത്. 3 മാർക്ക് എൻ്റെ മോക്ക്. ഞാൻ ഉത്തരക്കടലാസ് രക്ഷകർത്താക്കളെ കാണിച്ച് ഒപ്പ് മേടിക്കണം. മോള് വർഷമായിട്ട് ഉത്തരക്കടലാസ് വേണ്ടി കാണിച്ചു. ഞാൻ നോക്കിയിട്ട് പറഞ്ഞു, ടീച്ചിങ് ഈസ് നോട്ട് എഫക്റ്റീവ്, റെമഡിയൽ ടീച്ചിങ് ഈസ് എസെൻഷ്യൽ എന്ന് ഞാൻ ചുവന്ന് വച്ച് എഴുതി വിട്ടു. ആ മോൾ ഇതുകൊണ്ടെന്ന് കുറച്ച് സാറ് ഇതുകൊണ്ട് ഹെഡ് മാസ്റ്റർ അടുക്കിലേക്ക് ചെന്നു. കണ്ടല്ലോ, എന്നെ അപമാനിക്കാൻ ചെയ്തു വെച്ചാക്കണം, പണിയുണ്ടോ? സാറ് അന്ന് ലൂക്കോ സാറാണ്. സാറ്, ടീച്ചിങ് ഈസ് നോട്ട് എഫക്റ്റീവ്, റെമഡിയൽ ടീച്ചിങ് ഈസ് എസെൻഷ്യൽ. ഇതിനെന്താ തെറ്റെന്ന് ചോദിച്ചു. ഇതിലെന്താ തെറ്റ്? അക്ഷര തെറ്റുണ്ടോ? ഏത് അക്ഷര തെറ്റുള്ളത്? അടുത്തില്ല. അപ്പോൾ എന്നെ ഒന്ന് ശാസിക്കുമെന്നാണ് ആ സാറ് വിചാരിച്ചത്. ആ സാറ് വിഷനായിട്ട് സ്റ്റാഫിൽ എന്നാ ഉണ്ടായേ, മറ്റേ ടീച്ചേഴ്സ് എന്നാ ഉണ്ടായേ. ഇതായിട്ട് ആ സാറിനോടുള്ള ഒരു എൻ്റെ പഴിയാണെന്ന് നിങ്ങൾ എന്തെങ്കിലും വിചാരിച്ചു. ആ സാറ് എൻ്റെ മോള്, ഇളയ മോള്, ഈ നിഷാ മോള് 6ാം ക്ലാസ്സിൽ പഠിക്കുക, 7ാം ക്ലാസ്സും കഴിഞ്ഞ് അടുത്ത വർഷം ഹൈസ്കൂളിലേക്ക് വരിക. ഈ സാറ് എൻ്റെ മോളെ പഠിപ്പിക്കാൻ വരിക. രണ്ടാമത്തെ മോളോട് കാണിച്ചത് എന്ത് പേരെഴുതിയിട്ട് ചോദ്യത്തിന് നമ്പർ ഇട്ടാൽ കൊടുക്കണം 1 മാർക്ക് വേണ്ടേ? ആ കുട്ടിക്ക് 3 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പൗലോ സാറിൻ്റെ മോളെ ആയതുകൊണ്ട് ഇത് മതി എന്നുള്ള കാഴ്ചപ്പാടാണ്. ഈ സാറിൻ്റെ ക്ലാസ്സിൽ എൻ്റെ മോളെ പഠിപ്പിക്കുന്നില്ല. ഞാൻ മോളെ ഞാറലൂർ ബേദറിയൻ സ്കൂളിൽ കൊണ്ടുപോയി, അതും ആ പുസ്തകത്തിൽ ഇതിൽ പറയുന്നുണ്ട്, അവിടെ കൊണ്ടുപോയി 20 കൊല്ലം കഴിയുമ്പോൾ ആ സാറിനെ പഠിപ്പിക്കാനുള്ള കാര്യമൊന്നുമില്ല, ഒത്തിരി അത് ഞാൻ എൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ സാറിനോടുള്ള കൊണ്ട് വിദ്വേഷം കൊണ്ട് എൻ്റെ മോളെ അവിടെ നിന്ന് ടി സി മേടിച്ച് മറ്റേ സ്കൂളിൽ കൊണ്ടുപോയി. ആ സാറ് പോയപ്പോൾ തിരിച്ചു കൊണ്ട് കഞ്ഞിരപ്പള്ളിയിലേക്ക് അവിടെ നിന്ന് ജയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളെല്ലാം കുട്ടികളോടുള്ള ബന്ധമല്ല കൂടുതൽ വരുന്നത്. കുട്ടികളുടെ ബന്ധമുണ്ട്, അതിൽ തന്നെ കുട്ടികളുടെ ബന്ധമുണ്ട്. അതേ സമയത്ത് തെറ്റിനോട് പ്രതികരിക്കാനുള്ള കഴിവ് മിക്കവാറും അത് ഉണ്ടായെന്ന് വരില്ല. ഒരു സ്കൂളിലുണ്ടായ ഒരു സന്ദർഭങ്ങൾ പറയുക, ഞാൻ മാത്രമേ സ്കൂളിൽ ബീഡി വലിക്കില്ല, 3-4 ടീച്ചേഴ്സ് ബീഡി വലിക്കും, മഹാശല്യമാണ്, എനിക്ക് ഞാനൊരിക്കൽ ഒരു തമാശയായിട്ട് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, സാറിന് ഞങ്ങൾ ബീഡി വലി പഠിപ്പിച്ചിരിക്കും എന്ന് അവർ എന്നോട് പറഞ്ഞു. ഇല്ല, നിങ്ങളെ പഠിപ്പിക്കില്ല, ഞാൻ നിങ്ങളെ നിർത്താതിരിക്കാൻ ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. അവരായിട്ട് ഞാനൊരു പന്തയം വെച്ചു. 3 മാസം എൻ്റെ മുമ്പിൽ നിങ്ങൾ ബീഡി വലിക്കാതിരുന്നാൽ, പുക വലിക്കാതിരുന്നാൽ ഞാൻ നിങ്ങൾക്കൊരു പാർട്ടി നടത്തിയേക്കാം എന്ന് പറഞ്ഞു. പന്തയം വെച്ചു. നടത്തുമോ? തീർച്ചയായിട്ടും നടത്തും എന്ന് പറഞ്ഞു. അവർ ഒളിച്ചും പോയിക്കെ വലിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ കയ്യോട് പിടിക്കണമല്ലോ, എന്നാൽ തൊണ്ടി സദായും പിടിക്കണമല്ലോ. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഞാനൊരു എവിടെയിട്ടാ പിടിക്കേണ്ടത് നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ നോക്കുമ്പോൾ യൂറിൻ ഷെഡിൻ്റെ മുകളിൽ കൂടെ പുക വരിക. ഞാൻ ഓടിച്ചത് അവർ പിടിച്ചു. ഇതെന്നെ പുക ഇവിടെ മൂത്രത്തിന് പുക. അപ്പോൾ എൻ്റെ എഗ്രിമെൻ്റ് കളഞ്ഞിട്ട് എൻ്റെ നമ്മൾ വ്യവസ്ഥ കളഞ്ഞു. അങ്ങനെ ആണ് ഞാൻ പെരുമാറിയിട്ടുള്ളത്. അവരൊക്കെ എന്നോട് എന്തൊരു ബഹുമാനം. പലരും മരിച്ചുപോയി, കുറേ പേരെ വിട്ടുപോയി. മദ്യം കഴിയിട്ട് സ്കൂളിൽ വരുന്ന ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, പുക വലിക്കുന്നവരുണ്ടായിരുന്നു, മുറുക്കുന്നവരുണ്ടായിരുന്നു, അങ്ങനെ പലരും ഉണ്ടായിരുന്നു. ആ ടീച്ചേഴ്സ് എല്ലാം കഴിയുന്നത്ര എന്നെ മാതൃകയാക്കാൻ നോക്കിയിട്ടുണ്ട്. മാതൃകയാക്കാന്ന് വെച്ചാൽ അവരിൽ ഏറ്റവും പ്രായമുള്ള ആൾ ഞാനായിരുന്നു. എന്നോടൊപ്പം റിട്ടയർ ചെയ്ത ആൾ വേറൊരു സ്കൂളിൽ നിന്ന് ഇടയ്ക്ക് പിന്നീട് വന്നതാണ്.
റിട്ടയർ ചെയ്ത് പോന്നിട്ടായി. 4 കൊല്ലം മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. ചെറുപ്പത്തിൽ എനിക്ക് എഴുത്തുണ്ടായിരുന്നു. 2000 മുതൽ വളരെ തുടർച്ചയായിട്ട് ഒറ്റ ദിവസം പോലും വിട്ടുകളയാതെ അന്നന്നത്തെ സംഭവങ്ങളൊക്കെ എഴുതി വയ്ക്കും. ആ ബൃഹത്തായ ആ 24 കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലം മുതൽ എഴുതുന്ന കണ്ടിന്യൂസ് ആയിട്ട് എഴുതാറില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാറുണ്ട്. ആ പുസ്തകങ്ങളെല്ലാം ബൃഹത്തായിട്ട് അവിടെ ഉണ്ട്. ആ പുസ്തകങ്ങൾ എൻ്റെ പ്രൈവറ്റ് ഡയറി ആണെങ്കിലും ഒത്തിരി ഗുണദോഷങ്ങളും ഒത്തിരി മറ്റുള്ള മനസ്സിലാക്കേണ്ട കാര്യങ്ങളുമുണ്ട്, വീട്ടുകാര്യങ്ങളുമുണ്ട്, മറ്റുള്ളവർ മനസ്സിലാക്കാൻ വായിക്കാൻ പറ്റാത്തതുമുണ്ട്. അങ്ങനെയുള്ള ഡയറി കുറിപ്പുണ്ട് എനിക്ക് ഇപ്പോഴും. ആ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ കൈ വരയ്ക്കുന്ന എനിക്ക് അത്ര പരിപാലനമാണത്. ആ പുസ്തകങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലം നിലമ്പൂർ ഭാര്യ വീട്ടിൽ അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ കരുവമ്പലി സ്കൂളിൽ പോയി എന്ന് പറഞ്ഞില്ലേ, ആ പരിപാടി ഞാൻ പോയപ്പോൾ ഞാൻ വേറെ പരിപാടി നടക്കുന്ന വീട്ടിലല്ല, ഞങ്ങൾ രാത്രി കഴിഞ്ഞ് വേറൊരു വീട്ടിലേക്ക് കടന്നത്. അവിടെ നിന്ന് ഭാര്യേനെ അവിടെ ആക്കിയിട്ട് വൈകുന്നേരം ആ ഫങ്ഷൻ നടക്കുന്ന വീട്ടിലേക്ക് പൊക്കോ, ഞാൻ സദ്യയോടുകൂടി അവിടെ വന്നേക്കാമെന്ന് പറഞ്ഞ് ഞാൻ ടൂറ് പോയി. അവിടെ ഈ പറയുന്ന കിടന്ന് 35 രൂപ കൊടുത്തിട്ട് എടവണ്ണ എന്ന് പറയുന്ന സ്റ്റോപ്പുണ്ട്. ഞാൻ അവിടെ അടുത്ത് ജോലി ചെയ്തപ്പോൾ പാലൊന്നും വന്നിട്ടില്ല. എടവണ്ണ ഇറങ്ങിയിട്ട് എടവണ്ണ പാലം കൂടിയിട്ട് ഞാൻ അരീക്കോട് താമസിച്ച് മൂർക്കനാട് UP സ്കൂളിലൊന്ന് പോയായിരുന്നു. ഞാൻ ആ സ്കൂൾ കാണാൻ അതുവഴി പോയിട്ട് മൂർക്കനാട് ഇറങ്ങി തിരിച്ചു വന്നിട്ട് താമരശ്ശേരി പോയിട്ട് ഒരു ഫാസ്റ്റ് KSRTC താമരശ്ശേരി പോയിട്ട് ഞാൻ തിരിച്ചു പോരുക ചെയ്തത്. കൊടുവള്ളിയിൽ വന്നിട്ടാണ് ഞാൻ കരുവമ്പലി സ്കൂൾ വരുന്നത്. അപ്പോൾ ഈ സ്കൂളിലെല്ലാം പോകുന്ന ആ ഒരു യാത്രയുടെ വിവരം ഞാൻ ഡയറി എടുത്ത് നിർത്തിയതിന് ശേഷം വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്ന് വായിക്കുന്നത് നല്ലതാണ്. അതായത് പ്രകൃതി രമണീയത. ഞാൻ അന്ന് ആദ്യമായിട്ട് ഈ മൂർക്കാട് സ്കൂളിൽ വന്നിട്ട് ആദ്യം ഒരു ദിവസം മാത്രമേ ഞാനൊരു ലോഡ്ജിൽ താമസിച്ചുള്ളൂ. മറ്റു ടീച്ചേഴ്സ് താമസിക്കുന്നത് അവർ രാത്രി മുഴുവൻ ചീട്ടുകളിയും മദ്യം കുടിക്കുക അങ്ങനെയുള്ള എനിക്ക് ആ ചുറ്റുപാടായിട്ട് ഞാൻ അരീക്കോട് ടൗണിലൊരു മുറിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അപ്പോൾ ആ പ്രദേശങ്ങളെല്ലാം മനോഹരമാണെന്നും. പക്ഷേ ഞാനത് പിന്നീട് ആ സ്ഥലം ഈ മൂർക്കാട് സ്കൂളിൽ ഞാൻ പോയിട്ടില്ല. അന്ന് 69 അവിടെ ജോലി ചെയ്തിട്ട് പിന്നെ ആ സ്കൂളിൽ പോയിട്ടില്ല. അപ്പോൾ അരീക്കോട് ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. കരുവമ്പലി സ്കൂളിൽ ഞാൻ 3-4 പ്രാവശ്യം പോയിട്ടുണ്ട്. എന്നിട്ട് അവിടെ പോയിട്ട് ഞാൻ അന്ന് വയനാട്ടിന് പോകാനായിട്ടാണ് പോയത്. താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൾ എൻ്റെ സ്റ്റുഡൻറ്റാണ്. അപ്പോൾ അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. പോയിട്ട് ഞാൻ അങ്ങോട്ട് പോകാതെ തിരിച്ചു പോരുകയത്. എൻ്റെ സ്റ്റുഡൻസ് നല്ല പൊസിഷനിലൊക്കെ ഉള്ളവരുണ്ട്. അവരൊക്കെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഡോക്ടറാണ്. എനിക്ക് എൻ്റെ ഇംബാലൻസ് ഓഫ് ദ ബോഡി പല പ്രാവശ്യം വീട്ടിൽ വന്നായിരുന്നു. അത് ഹാർഡ് വർക്ക് കൊണ്ട് ഈ അടുത്ത വർഷത്തിനെ കൂടുതൽ സ്ട്രെയിൻ ചെയ്തുകൊണ്ട് അവിടെ ഞരമ്പിന് വീക്കം വന്നതാണ്. അതിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ പോയതാണെന്ന് പറഞ്ഞ് വിശ്രമിച്ച് ഓക്കെ ആയി. ഇപ്പോഴും ചെറിയൊരു ജോലികളൊക്കെ ചെയ്യും. എൻ്റെ ഒരു കൊച്ചുമോൻ, മൂത്ത മോളുടെ മോൻ വർഗീസ് മോൻ ബോംബെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിലാണ്. അവൻ്റെ ഒരു ഫങ്ഷൻ കഴിഞ്ഞ വർഷം കുസാറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പ കേൾക്കാൻ മന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെന്നു. കുസാറ്റിൽ പോയായിരുന്നു ഞാൻ. അപ്പോൾ അന്ന് അവിടെ 24 വിഷയങ്ങളെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നവരുടെ റിസർച്ചിങ് കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം അവിടെ നടക്കുന്നത്. അതിൽ ആനുകാലികമായിട്ട് മനുഷ്യൻ്റെ ജീവിതത്തിന് അത്യാവശ്യപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള റിസർച്ചിങ് ഉള്ള വിവരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആഫ്രിക്കൻ ഒച്ച ഇവിടെ വരുന്നത് എങ്ങനെയാണ്, അതുകൂടാതെ മറ്റ് സസ്യങ്ങൾക്കുള്ള ഒത്തിരി പഠനങ്ങളെക്കുറിച്ചുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മോൻ്റെ വിഷയം ഭൂമിയിലെ ജനവാസം പോലെ അന്യഗ്രഹങ്ങളിൽ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതായ ഗവേഷണം നടത്തലാണ് അവൻ്റെ പണി. അതായത് അവൻ്റെ വിഷയം അതിഗഹനമാണ്. അപ്പോൾ ഞാൻ ഇന്നാൾ അവൻ വീട്ടിൽ വന്നിട്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ നിൻ്റെ അന്നത്തെ വിഷയം എനിക്കിഷ്ടപ്പെട്ടില്ല. നീ ഈ റിസർച്ച് പോയിട്ട് അന്യഗ്രഹത്തിൽ പോയിട്ട് ജീവിക്കാനാണോ, നിനക്ക് എന്ത് ജോലിയാണ് കിട്ടാൻ? അതൊന്നും അപ്പായി അറിയണ്ട, അത് ഞാൻ അത് നോക്കിക്കോളാം എന്ന് അവനെ സമാധാനിപ്പിച്ചു. പക്ഷേ അവൻ്റെ വിശദീകരണം അവൻ്റെ മൊബൈലിൽ എന്നെ കാണിച്ചു തന്നു. അന്ന് ഞാൻ നേരിട്ട് കണ്ടതിനേക്കാളും കുറേ കൂടെ എഫക്റ്റീവായി മൊബൈലിൽ എന്നെ കാണിച്ചപ്പോൾ. അപ്പോൾ അവനത് നിർത്തുന്നത് അനേക ഗ്രഹങ്ങളെ തരണം ചെയ്തിട്ട് മറ്റ് ഗ്രഹങ്ങളിലേക്ക് എങ്ങനെ പോകാം
എന്നുള്ളതൊരു വിഷയം. അതിന് തരണം ചെയ്തിട്ട് മറ്റ് ഗ്രഹങ്ങളിൽ പോയിട്ട് തിരിച്ചു വരിക എന്നുള്ളത് വേറെ വിഷയം. ഇതെല്ലാം എൻ്റെ പഠനത്തിൽ പെടുന്നതാണ്. ആസന്ന ഭാവിയിൽ ഭൂമിയിലുള്ളതുപോലെ മറ്റ് ഗ്രഹങ്ങളിൽ ജനവാസം ഉണ്ടോ ഇല്ലയോ നമുക്കറിയാൻ ചിലപ്പോൾ സാധിച്ചേക്കും എന്ന് പറഞ്ഞാൽ അവൻ്റെ ക്ലാസ് നിർത്തുന്നത്. അപ്പോൾ അവനെ അങ്ങനെ പഠിക്കുക. അവൻ്റെ ഇളയവൻ അവനേക്കാൾ വലിയ വിത്ത് അവനേക്കാൾ ഇളയാണ്. അവനിപ്പോൾ +2-ലാണ്. കഴിഞ്ഞ വർഷം അവൻ റോബോട്ട് ഉണ്ടാക്കി ശാസ്ത്രമേളയ്ക്ക്. സബ് ജില്ല, ജില്ല, സ്റ്റേറ്റ് എല്ലാം ഒരു സമ്മാനമാണ്. ഈ കൊല്ലം അവൻ +2-ആണ്. ഫസ്റ്റ് ഇയറായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ കുറച്ചുകൂടെ പരിഷ്കരിച്ച റോബോട്ടുണ്ട്, കുറേ പരിഷ്കരിച്ച റോബോട്ട് ഉണ്ടാക്കാൻ ഞാൻ പോകണമെന്ന് പറഞ്ഞു. മോനെ എത്രയായിരം രൂപ? 15,000 രൂപയുടെ സാധനം ഞാൻ മേടിച്ച് കഴിഞ്ഞു. ചേട്ടായി സമ്മതിക്കും. ചേട്ടായിക്ക് അവിടെ നിന്ന് 85,000 രൂപ സ്കോളർഷിപ്പ് ഇങ്ങോട്ട് കിട്ടുക ബോംബെയിൽ നിന്ന്. അപ്പോൾ അവനൊക്കെ അവനെ സഹായിക്കുന്നുണ്ട്. മോനെ അല്ലാതെ വല്ല നീ ഒരു ഇതുണ്ടാക്കാൻ നോക്ക്, എനിക്ക് ഈ റോബോട്ടും ഒന്നും എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു. ഞാൻ അതൊക്കെ അപ്പായി കണ്ടോ ഞാൻ കാണിച്ചു എന്ന് പറഞ്ഞിരിക്കുക അവൻ. രണ്ടാമത്തെ മോളുടെ ഒരു മോളേ ഉള്ളൂ. അവൾ ഫാം ബിക്ക് പഠിക്കുക, ഓതറ. ഇളയാൾക്ക് നിഷാമൊക്കെ ഒന്നേ ഉള്ളൂ, 8ാം ക്ലാസ്സിലേക്ക് അടുത്ത വർഷം. മക്കളൊക്കെ വീട്ടിൽ വരും. ഞങ്ങൾ വൈകുന്നേരം ചിലപ്പോൾ ഒന്ന് കൂടാൻ പോകുമെന്ന് വെച്ചാൽ ഭക്ഷണം എല്ലാം കൂടി ഇരുന്ന് കഴിക്കും. വീട്ടിലേക്ക് വരുത്തും. അങ്ങനെ കൂടി വരാറുണ്ട്. അതൊക്കെ എനിക്ക് സന്തോഷം തരുന്ന ഇതും ഒരു കൂടിവരവാണ്. കൂടി കണ്ട് സംസാരിച്ച് പോകുന്ന വലിയ സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് ഈ 55-ാമത്തെ വയസ്സിലും നിങ്ങളോടൊത്ത് ഇത്തരം കാര്യങ്ങൾ പറയാനും നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാനൊക്കെ അവസരം കിട്ടിയ സന്തോഷമേ ഉള്ളൂ. എനിക്ക് ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നതിന് വളരെ നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. ഞാൻ ഇതിനെ വിമർശിക്കുകയല്ല കേട്ടോ. ഇതുപോലെയുള്ള ഉപചാരങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാനൊരു പദ്യം ചൊല്ലാം, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പൊരുൾ മനസ്സിലാകും. ഇറുപ്പവനും മലർ ഗന്ധമേകും, വെട്ടുന്നവനും തരു ചൂടകറ്റും, ഹനിപ്പവനും കിളി പാട്ടുപാടും, പരോപകാര പ്രവണം പ്രപഞ്ചം. നിങ്ങൾ ഈ പൂവിനോട് ചെയ്തത് പരോപകാരമാണോ? നിങ്ങൾ പൈസ കൊടുത്തു, എന്നോടുള്ള പരിഗണന എനിക്ക് ഗിഫ്റ്റും തന്നു, എന്നിട്ട് ഞാൻ നിങ്ങളെ വിമർശനം പ്രതിഭയ്ക്ക് ലഭിക്കുന്ന വിമർശനം പ്രതിഭയുടെ മുടക്കുമുതൽ ലഭിക്കുന്ന പലിശയാണ് വിമർശനം. പ്രതിഭയുടെ മുടക്കുമുതലിന് ലഭിക്കുന്ന പലിശയാണ് വിമർശനം. അപ്പോൾ നിങ്ങളിത് ചെയ്ത് ഒരു ടാസ്ക്കാണ്. ഞാൻ വിമർശിക്കുകയല്ലാണ്ട് ചെയ്തേ. ഞാൻ ഈ ഒരു പദ്യം ചെല്ലാൻ വേണ്ടിയിട്ടൊരു അവസരം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. സന്തോഷം. ഞാനിപ്പോഴും എന്നെ നോക്കി ചിരിക്കുകയാണ്. ഞാൻ പൊയ്ക്കോട്ടെ.